നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇരിട്ടിപ്പായത്ത് ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങി. പായ UP സ്കൂളിന് സമീപത്തെ വനമേഖലയോട് ചേർന്ന സ്ഥലത്താണ് 2 കാട്ടാനകൾ ഇറങ്ങിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ ഇതുവഴിയുള്ള റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സനീഷിന് നേരെ ആനകൾ പാഞ്ഞെടുത്തു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകി. ആനകൾ ഇപ്പോഴും റോഡിനോട് ചേർന്നുള്ള വനഭാഗത്ത് തമ്പടിച്ചു നിൽക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും പായം പഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി ആവശ്യപ്പെട്ടു. മലയോര മേഖലയോട് ചേർന്നാണെങ്കിലും പായത്ത് ഇതുവരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പുള്ളിപ്പുലി കെണിയിലായ പ്രദേശവും ഇരിട്ടി മലയോര മേഖലയിലാണ്. ആനഭീതി നിലനിൽക്കുന്നതിനാൽ ഈ ഭാഗത്തെ പ്രാദേശിക റോഡുകളിലൂടെയുള്ള വാഹന സഞ്ചാരം നാട്ടുകാർ തടയുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പായം കരിയാലിലാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ആനകളെ കണ്ടെത്തിയത്. ആനകളെ ഉടൻ തുരത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പോലീസും വനംവകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും കൂടി എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടുകൂടി പടക്കം പൊട്ടിച്ചുകൊണ്ട് ആനയെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആനകളാണുള്ളത്. ഇപ്പോൾ കരിയാൽ എരുമത്തടം ഭാഗത്താണ്. എരുമത്തടം ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ആനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.